അത് ശരി. എടി പൊന്നമ്മേ, നിന്റെ ഒരുക്കം ഇതുവരെ തീർന്നില്ലേ? നിന്നെ പെണ്ണ് കാണാൻ വേണ്ടി ആരും ഇങ്ങോട്ട് വരണില്ല. ഈ ചേട്ടന്റെ ഒരു കാര്യം, പെണ്ണ് കാണാൻ വരുമ്പോ മാത്രം ഒരുങ്ങാൻ നീ പാടില്ല. എന്താ ഒരു കാര്യം ചെയ്ത് നന്നായിട്ടിരുന്ന് ഒരുങ്ങിക്കോ, ഞാൻ പോവാ. അവിടെ നിന്നേ, ഇങ്ങനെയുണ്ട് ഒരു വെപ്രാളം. നിനക്കത് പറയാം. ദേ, ബാലപ്പന് ലോട്ടറി അടിച്ച് ഇവരെ കോളനി മൊത്തം പരതിരിക്കാണ്. അവനെ കയ്യിലെടുക്കാനുള്ള വിദ്യ അവരെ ആലോചിച്ചു തുടങ്ങി. ആദ്യം അവരെ കാണുന്നതും സ്വീകരിക്കുന്നതും നമ്മളായിരിക്കണം. ഓ, ഇതൊക്കെ ചെയ്ത വല്ല നേട്ടം ഉണ്ടാവോ? നേട്ടം ഉണ്ടായില്ലെങ്കിൽ ഉണ്ടാക്കണം. രൂപ 1-2 ലക്ഷം അല്ല അവന്റെ വരാൻ പോണത്, 1 കോടി രൂപയാണ്. അയ്യോ, 1 കോടി ഉണ്ടെന്ന് ഉറപ്പാണോ? ഉറപ്പാണോന്നാ? ഏതോ ബമ്പർ ലോട്ടറിയിലെ അടിച്ചേക്കണത്. എടി, ഇനി നീ അധിക സമയം കളയണ്ട, വാ ഇറങ്ങി, മുടിയൊക്കെ പിന്നെ ചെയ്യാം. ഒന്ന് നേരെ ഒരുങ്ങാനും സമ്മതിക്കത്തില്ല. എന്റെ ദൈവമേ, ഇവളെ ഇതോടെ പോയി. ആഹാ, എന്നോട് ഇറങ്ങാൻ പറഞ്ഞിട്ട് ഇവിടെ ഒരുങ്ങിക്കൊണ്ടിരിക്കണം. എത്ര അടിച്ചാലും മണമൊന്നും മാറത്തില്ല. ഇറങ്ങി മതി 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 മതി. അല്ല, ഞാനൊരു കാര്യം, ഞാനൊന്നും മിണ്ടുന്നില്ല. ആശാനും ഭാര്യയും എങ്ങോട്ടാ? അതെ, ഞങ്ങള് ആശാനും ഭാര്യയും അല്ല. നേതാവും ഭാര്യയും എങ്ങോട്ടാ? മനസ്സിലായി. അതെ, ഞങ്ങളെ ഇവിടെ ഒരു കല്യാണ ആവശ്യത്തിന് മാരേജിന് പോവുക. നിങ്ങൾ എങ്ങോട്ടാ? ഞങ്ങളും ഒരു മാരേജിന്റെ ആവശ്യത്തിന് കല്യാണത്തിന് പോവാ. അല്ല, ഒരു സ്വീകരണത്തിന് പോവാ. അയ്യോ, ആർക്ക്? അതെ, കോഴിക്കോട് നിന്നൊരു മന്ത്രി പാലക്കാട് വന്ന് ആ പുള്ളിക്കാരനൊരു സ്വീകരണം കൊടുക്കാൻ. അല്ല, അപ്പോ ഈ കോഴിക്കോട് നിന്ന് മന്ത്രി പാലക്കാട് വരുമ്പോ നിങ്ങൾ ഇവിടെ നിന്ന് എങ്ങനെ സ്വീകരണം കൊടുക്കും? അല്ല, അത് പിന്നെ പിന്നെയല്ല, ഞങ്ങൾ ഇപ്പോൾ തന്നെ പാഴ്സൽ അയച്ചു. എന്നാ പിന്നെ പാഴ്സൽ അയച്ചിട്ട് അപ്പൊ നിങ്ങൾ എന്തായാലും ഒരു കല്യാണത്തിന്റെ ആവശ്യത്തിന് മാരേജിന് പോകുന്നത്, മാരേജിന് പോയിക്കോ കേട്ടോ. ഞങ്ങള് പോയി, പൊക്കോന്ന്, ഞങ്ങൾ ആശാ പോന്ന്, പൊക്കോ പോവോ. ആ, കാണാം, പൊക്കോ. ഒരു സോഡ. നീ സകലത് തുലച്ചടങ്ങുള്ളല്ലേ? എന്തുറ്റി? എടി, നീ എന്തെങ്കിലും കൈവിട്ട് അവരോട് പറഞ്ഞിരുന്നെങ്കിൽ കാര്യങ്ങൾ കൈവിട്ടു പോയാനെ. പെട്ടെന്ന് കള്ളം പറഞ്ഞ എനിക്ക് നിങ്ങളെ പോലെ പരിചയമില്ലല്ലോ. അവരെന്ത് ചോദിച്ചാലും ഒന്നും വിട്ടു പറയരുത്. വാ വാ. അവര് വരുന്നുണ്ട് കേട്ടോ. അയ്യോ, അവരുടെ കയ്യിൽ ഒരു മാല. പിന്നെ ഇത് അവനെ സ്വീകരിക്കാനുള്ള പരിപാടി കേട്ടോ. ഇനിയിപ്പോ നമ്മളെന്ത് ചെയ്യും? അതൊക്കെ ഞാൻ വേണ്ടതുപോലെ ചെയ്തോളാം. നീ അവന്റെ മുമ്പ് കയറി നടന്നോ. അക്കാര്യം ഞാനേറ്റു. അല്ല, ഇതാര് രവിചന്ദ്രൻ നേതാവ്? അല്ല, നേതാവ് എന്തോ മാരേജ് ഫംഗ്ഷൻ എന്തോ കല്യാണത്തിന് പോണം. അതെ, പിന്നെ ഇവിടെ അടുത്തുവരെ പോണമെന്നുണ്ടായിരുന്നു, പിന്നെ ഇതൊക്കെ വാങ്ങണമെന്നുണ്ടായിരുന്നു. നിങ്ങളാ? അത് ഇവിടെ കറിയ സർവീസിൽ പോയിരുന്നു. കൊറിയർ സർവീസ്. എവിടുന്നായാലും മന്ത്രിക്ക് സ്വീകരണം കിട്ടും. അതെ അതെ, ചേച്ചിക്ക് വിവരമുണ്ട്. അപ്പൊ അതിനർത്ഥം എനിക്ക് വിവരമില്ല എന്നുള്ളതല്ലേ? ആ പറഞ്ഞത് ശരിയായില്ല. എന്നാ പിന്നെ നമുക്ക് ഒരുമിച്ച് പോകാമല്ലോ. അതെ അതെ. പൊന്നമ്മേ, നീ മുമ്പേ പോയിക്കോ. ശരി ശരി. അപ്പൊ പെണ്ണുങ്ങളൊക്കെ പോയാ സ്വീകരണം കൊടുക്കുന്ന കാര്യമല്ലേ? എന്തോ പറ്റിയിട്ടുണ്ടല്ലോ. ഇനി രവിയാശാനം കാണാം. രവിയാശാനം ഉണ്ടല്ലോ. എന്തോ കുഴപ്പമുണ്ട്. തൽക്കാലം പൊളിച്ചിരിക്കുന്നതാണ് നല്ലത്. എടാ ബാലപ്പ, ലോട്ടറി അടിച്ചപ്പോ ഞങ്ങള് കരുതി നീ അത് കൊണ്ട് മുങ്ങിയെന്ന്. ലോട്ടറി അടിച്ചാ? ആർക്ക് ലോട്ടറി അടിച്ച്? നിങ്ങൾ എന്തോ പറയുന്നത്? കണ്ട അടവറക്കണ കണ്ട, ഞങ്ങളെല്ലാം മനസ്സിലാക്കി. എന്റെ ബാലപ്പ മനസ്സിലാക്കിയെന്നാ?
എല്ലാരും ഇത് മാറി നിക്കൂ. ഞാൻ ഈ കോടീശ്വരനെ ഒന്ന് കണ്ടോട്ടെ. അയ്യോ അങ്ങനെ ഇപ്പൊ സംസാരിക്കണ്ട. കോടീശ്വരനോട് ഞാൻ ആദ്യം സംസാരിക്കും. ആ കോടീശ്വര ഞാനൊന്ന് കണ്ടോട്ടെ. മാറ്റമുണ്ട്, ശരിക്കും മാറ്റമുണ്ട്. എന്തോന്ന് മാറ്റം? അയ്യോ ദേ കണ്ണിൽ ഭാഗ്യനക്ഷത്രം വീണ് അയ്യോ കിടക്കുന്നു. അത് ഭാഗ്യനക്ഷത്രമല്ല, കൊച്ചുനാളി ചിരട്ടപ്പൊളി കൊണ്ടതാ. കളഞ്ഞു. അതൊന്നുമല്ല, ഇത് ശരിക്കും നക്ഷത്രം തന്നെയാ. അയ്യോ ശരിക്കും ഒന്ന് വെളുത്തിട്ടുണ്ട്. അത് ശരിയാ. ശരിയാ. മൊത്തത്തിൽ മുമ്പത്തെക്കാളും ഒരു ഗ്ലാമർ ഉണ്ട്. ഇനിയിപ്പോ അവൾ എന്റെ കൈ വിട്ടു പോകും. എടി മതിയടി, അവൻ വൈകിട്ട് നമ്മുടെ വീട്ടിലേക്കല്ലേ വരുന്നത്. ആര് വരുന്നു? അത് പറ്റില്ല. ഇന്ന് ബാലപ്പന്റെ കൂടി ഞങ്ങളുടെ വീട്ടിലാണ്. അല്ല. 500 രൂപയുടെ മീനാ ഞങ്ങൾ മേടിച്ചു. ഇവയ്ക്കാ? അങ്ങനെ ഇപ്പൊ വേണ്ട. ബാലപ്പൻ ഞങ്ങളുടെ വീട്ടിൽ നിന്ന് ഉണ്ണുന്നുള്ളൂ. ബാലപ്പൻ ഞങ്ങൾ കൊണ്ടുപോകും. ബാലപ്പൻ ഞങ്ങളുടെ വീട്ടിൽ നിന്ന് ഉണ്ണുന്നുള്ളൂ. ബാലപ്പനവിടെ ബാലപ്പ കോടീശ്വരൻ ഇവൻ കോടീശ്വരൻ, കോടി രൂപ കയ്യിലുള്ള കോടീശ്വരൻ, കോടി മുണ്ടു മാറ്റി നല്ല കോലമൊത്ത വേഷം കെട്ടാൻ കാലമിട്ട പേരിവന് കോടീശ്വരൻ. കോടീശ്വരാ രവി ആശാനെ, 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 എന്നെ മനസ്സിലായ? നീ ആരായതാ? ഇനി വന്നേ. നീ ഇങ്ങോട്ട് വാ, നിനക്ക് വണ്ടിയുള്ളല്ലോ. ഇത്രയും ദൂരം നിങ്ങൾക്ക് നടക്കാൻ വയ്യേ? പിന്നെ ഞാൻ വന്നു, നീ എന്റെ പാട് നോക്കും. ഉം. ആശാൻ എന്നെ മനസ്സിലായ? ഞാൻ ബാലപ്പൻ. ബാലപ്പൻ? ആ. ഏത് ബാലപ്പൻ? ഏത് ബാലപ്പൻ എന്നാ? എന്റെ ആശാനെ AKCB ജനറൽ സെക്രട്ടറി, ആശാന്റെ ഊടിലും ഉറക്കത്തിലൊക്കെ കൂടെ നടന്ന ബാലപ്പൻ ഞാൻ. എന്റെ അമ്മ ബാലപ്പ, എന്തുവാ ഇത്? കൊള്ളാൻ കലക്കിയിട്ടുണ്ട്. കോടീശ്വരനായാലും പിന്നെ എനിക്ക് കഷണ്ടി ഒരു അലർജി ആയിട്ട് മാറി. ഇപ്പൊ എങ്ങനെയുണ്ട്? വിഗൊക്കെ വെച്ച് ആളാകെ മാറിയില്ലേ? സത്യം പറയാമല്ലോ ബാലപ്പ, ഇപ്പൊ കണ്ട പ്രായം തോന്നത്തേ ഇല്ല. ഒരു 16, 17, 18, 19, 20 കുഞ്ഞൊരു പയ്യൻ. പോടുന്ന് അത്രയൊന്നുമല്ല, ഒരു 13, 12 അത്രേ ഉള്ളു. കേട്ടോ, ഈ മുടിയാണ് അയ്യോ സ്റ്റൈല്. തൊടണ്ട, വിഗ. ആന്നോ? കൊള്ള. എടാ, ഞാൻ നിന്നെ കാണാതിരുന്നതാ. എന്താ ആശാനെ? നീ എന്താ സ്വീകരണം മേടിക്കാതെ മുങ്ങിക്കളഞ്ഞത്? അയ്യോ അത് സ്വീകരിക്കാനായിരുന്നാ? പിന്നെന്തായിരുന്നു? കണ്ട ആൾക്കാരിലാണ്ട് ഓടി വരുന്നുണ്ടപ്പോ ഞാൻ വിചാരിച്ച് തല്ലാനായിരിക്കും. പഴയ ഓർമ്മ. ആ ബാലപ്പ, നീ ഇന്ന് വൈകുന്നേരം ഞങ്ങളുടെ വീട്ടിൽ വരണം. എന്ത്? ഞങ്ങളുടെ വക കോടീശ്വരനായ നിനക്ക് ഒരു പാർട്ടി തരുന്നുണ്ട്. ആശാൻ കാശൊക്കെ ചെലവാക്കി തുടങ്ങിയല്ലേ? നിന്റെ കാര്യമാകുമ്പോ കാശൊന്നും ഒരു പ്രശ്നമല്ലടാ. ഇതൊക്കെ എപ്പോ തുടങ്ങി? പിന്നെ നീ ഉച്ചയ്ക്ക് വരുമല്ലോ? ഞാൻ വരും ആശാനെ. ആശാ ക്ഷണിച്ചാ എനിക്ക് വരാതിരിക്കാൻ പറ്റുമോ? ഇതൊക്കെ ഉണ്ടാ? അടിപൊളി. അപ്പൊ ശരി ആശാനെ, ഉച്ചയ്ക്ക് കാണാം. ബൈ. അയ്യോ വണ്ടിയുടെ കാറ്റ് പോയാ? ആശാ എന്ത്? എനിക്കൊറ്റ വിഷമേ. എന്താ ആശാനെ? എന്റെ കൂടെ നടന്നിട്ട് നീ രക്ഷപ്പെട്ടല്ലോ. ഇതിലൊക്കെ സന്തോഷിക്കല്ലേ വേണ്ടത്? എനിക്ക് സന്തോഷമേ ഉള്ളൂ. അപ്പൊ കാണാം. അപ്പൊ ആശാനെ ഉച്ചയ്ക്ക് കാണേ, കരയാതെ. എന്തിനാ ഇത്? വലിയ പട്ടി മോങ്ങി നടക്കുന്ന മോങ്ങാതെ വീട്ടിൽ പോ. ഉച്ചയ്ക്കാണേ. ഓക്കെ. അങ്ങനെ ഒറ്റയ്ക്ക് കാശ് കൊണ്ടുപോയി സുഖിക്കണ്ട. നിന്റെ കുറച്ച് കാശ് ഞാൻ വലിക്കും. കോടീശ്വരാ കോടീശ്വരൻ ഇവൻ കോടീശ്വരൻ, കോടീശ്വരൻ. എന്താ? അണ്ണന് ലോട്ടറി അടിച്ചെന്ന് കേട്ടല്ലോ, ശരിയാണോ? അടിച്ചെങ്കി? അല്ല ആണോ? ആണോന്നാ? അടിച്ചടേ. 1ഉം 2ഉം അല്ല അനിയാ, 1.5 കോടിയാണ്. ഡേയ്, ആ ശംഖുമോൻ കടപ്പുറത്ത് നല്ല വെള്ളമാണോ? ഉണ്ടെണ്ണ, വെള്ളമുണ്ട്. 1 കോടി കൈ വെച്ചിട്ട് ബാക്കി 50 ലക്ഷം ഞാൻ കടലിൽ ഒഴുക്കും. അതെന്തിനാ? മരിച്ചുപോയ പരേതാത്മാക്കൾക്ക് വഴിച്ചെലവിന് വേണ്ടി. അല്ല അപ്പൊ ബാക്കി 1 കോടി എന്ത് ചെയ്യും? 1 കോടിയാ? ഞാൻ ഒരു 1.5 ഏക്കർ പാറമട മേടിച്ചിട്ട് രാവിലെ ഉച്ചയ്ക്കും വൈകിട്ട് തമിഴ് വെച്ച് പൊട്ടിക്കും. നീ വിളിച്ച കാര്യം പറയടേ. അല്ല കൂട്ടത്തിൽ പാറ പൊട്ടിച്ച് കളിക്കാൻ ഞാനിവിടെ വരട്ടെ അണ്ണാ? അയ്യോടാ, അത് നിനക്ക് സാധാ പാറ പൊട്ടിക്കാനുള്ള ശീലം ഉണ്ടാ? പഠിക്കാണോ? പഠിക്കാം. അമ്മച്ചിയാണ് ഇന്ന് മുതലും ഞാൻ പാറ പൊട്ടിച്ച് പഠിക്കാണോ? നീ പോടെ, നീ പോടെ, നീ പോ. അയ്യോ അണ്ണ അങ്ങനെ പറയരുത്, എന്നെയും കൂടെ കൂട്ടണം. അണ്ണ എന്ത് പറഞ്ഞാലും ഇന്ന് മുതൽ ഞാൻ അനുസരിച്ചോളാം.
എന്തും അനുസരിക്കോ? എന്തും. ആണാ? ആ എങ്കി നീ എന്നെ ഒന്ന് സാറേ എന്ന് വിളി. പിന്നെന്ത് സാറേ? എന്താ ഒരു ജീവമില്ലാത്ത ആത്മാർത്ഥമായിട്ട് സാറേ എന്ന് വിളിയുടെ. ബാലപ്പ സാറേ. കൊള്ളാം. പിന്നെ ഞാൻ ചിലപ്പോ നിന്നെ തെറി വിളിച്ചെന്നിരിക്കും. വിളിയണ്ണ. നെഞ്ചത്തോക്കി ചവിട്ടിന്നിരിക്കും. ചവിട്ട്. പിന്നെ നിന്റെ ചെവി കല്ലുകൊണ്ട് അടിയെന്നിരിക്കും. അടിയണ്ണ. അണ്ണനാ? അല്ല സാറ്. അടിക്കാറ്. സാറടി. ഒരു കോടീശ്വരനെ അടി വാങ്ങിക്കണം എന്നുള്ളത് എന്റെ ഏറ്റവും വലിയ ആഗ്രഹമായിരുന്നു. സാറടി. അത് ശരിയാവത്തില്ലേ? അടി സാറേ. ശരിയാവില്ലെന്ന് വെറുതെ എന്റെ ഒരു ആഗ്രഹമാണ് സാർ. അടി. അയ്യോ. ഇനി വല്ല ഉണ്ടാ? ഉണ്ട്, പക്ഷേ ഇപ്പൊ ഇല്ല. രക്ഷപ്പെട്ട്. കാരണം നീ ഇന്ന് മുതൽ എന്റെ സെക്രട്ടറി. അതെ സാർ. വെറും സെക്രട്ടറി അല്ല, പ്രൈവറ്റ് സെക്രട്ടറി. പ്രൈവറ്റ് സെക്രട്ടറി രമണൻ. അപ്പൊ സെക്രട്ടറി രമണ ഈ ചവണ്ട വേഷത്തിലൊന്നും എന്റെ സെക്രട്ടറി ആയിട്ട് ഇരിക്കാൻ പറ്റത്തില്ല. എക്സിക്യൂട്ടീവ് ലുക്ക് ആയിരിക്കണം. ഓക്കെ? ഏറ്റു സാർ. എങ്ങനെയുണ്ട് സാർ? എടാ ഭയങ്കര എക്സിക്യൂട്ടീവ് ലുക്ക് ആയിരിക്കണം. അണ്ണ ഒരാഴ്ചത്തേക്ക് ഇതൊക്കെ മതിയണ്ണ. ഇതങ്ങ് ഓടും. ഓക്കെ. അപ്പൊ ഞാൻ നമ്മുടെ രവിയാശാനെ അല്ല രവിയെ ഒന്ന് കണ്ടിട്ട് വരാം. ഓക്കെ. നീ വരാതെ തന്നെ കാണണം. ഞാൻ വരുമ്പോ സല്യൂട്ട് അടിക്കണം, സലാം പറയണം. ഓക്കെ? ഓക്കെ സാർ. ഓക്കെ. ശരിയാണോ? ഓക്കെ. ഓക്കെ സാർ. സലാം. അത്രയും കൂടി കേട്ടോ. ഹായ്. ബാലപ്പാ കേറി വാ. ഇത്രയും നേരായിട്ടും കാണാത്തപ്പോ ഞങ്ങള് കരുതി വരാന്ന് പറഞ്ഞത് വെറുതെ ആയിരിക്കും. അതെ അതെ, ഞാനങ്ങനെ ആരെയും പറഞ്ഞു പറ്റിക്കാറില്ല, അറിയാലോ. കേറി വാ. Excuse me. ആ ഇത്ര ഉള്ള ഇട്ട മടിക്കണ്ട. ഇങ്ങോട്ട് ഞാൻ മാപ്പി കൊടുക്കാം. അങ്ങോട്ട് മാറിയില്ലേ? മതി മതി മതി. അത് മതി മതി. കഴിച്ചേ പറ്റും. അല്ല നമുക്ക് ഒരുപാട് പണം ഉണ്ടെങ്കിൽ കുറച്ചാരെ കഴിക്കാവൂ. ഇനി പണ്ടത്തെ പോലൊന്നുമല്ല. ശരീരമൊക്കെ സൂക്ഷിക്കണം കേട്ടോ. ഒരുപാട് കാശിട്ട് കളിക്കുന്ന ആളല്ലേ. അങ്ങനൊന്നും ഈ ഭാഗ്യക്കുറി അടിച്ചവരെ കാണുമ്പോ വലിയ വിഷമോ. അതെന്ത്? ആയിസറാതെ ചത്തുപോകത്തില്ലോ. അയ്യോ അതല്ലെന്ന്, ഈ ഒറ്റത്തടി വൃക്ഷത്തിൽ ഇങ്ങനെ തൂങ്ങി കിടക്കുന്ന ഒരു സൈസ് കായില്ലേ, തേങ്ങ. തേങ്ങ എന്നാ പറയുന്നേ. അതിന്റെ കവർ ചതച്ച ചാറ് വേണം. തൊണ്ടും ചാറോ? അതെന്തിന്? എന്താണെന്ന് അറിയില്ല. ഈ തൊണ്ടും ചാറ് ഒരു ഔഷധമാണ്. അപ്പൊ ഈ കോടീശ്വരനായതിനു ശേഷം ഈ തൊണ്ടും ചാറിനോട് ഒരു താല്പര്യം. ഇടി എന്തു അടി നോക്കിക്കൊണ്ട് നിൽക്കണം. 5-6 തൊണ്ടെടുത്ത് ചതച്ചോണ്ട് വാ. നല്ല ഇടിച്ച ചാറ് അല്ലേ, പേടിക്കണ്ട. എന്തുവാ ഭഗവാന്, ഇന്നീ കിട്ടുന്നൊക്കെ നാളെയും കിട്ടണേ. ഇല്ലെങ്കിൽ എവരുടെ മുമ്പിൽ തന്നെ ഛർദ്ദിച്ച് വെക്കേണ്ടി വരും. കിട്ടുമ്പോ നല്ലപോലെ കഴിക്കാം. മൂക്കുമുട്ട തിന്നാൻ കൊടുത്തില്ലേ? ഇനി കാര്യം പറ മനുഷ്യ. ഇടി അതെങ്ങനെ പറയും? പെട്ടെന്ന് പറഞ്ഞാലേ സർവ്വതും കുളമാകും. പിന്നെ ഞാനൊരു ഹിന്റ് കൊടുത്തു വിട്ടേക്കാം. അതൊന്നും കൊടുത്തു വിടണ്ട. പണ്ട് വെള്ളം അടിച്ച അവൻ ഫിറ്റാ. ഇടി ഹിന്റ് കൊടുക്കാവെന്ന് പറഞ്ഞതേ അതൊരു സൂചന കൊടുക്കാവെന്ന് പറഞ്ഞതാ. ഓ അതായിരുന്നോ? വാരി തന്നു തൊണ്ടയിൽ കുടുങ്ങിയിരിക്കും. പിന്നെ ഒരു കോടീശ്വരൻ എപ്പോഴും അവന്റെ സുരക്ഷ നോക്കണം. അയ്യോ ഉണ്ട്, എനിക്കുണ്ട്. ഞാനതൊക്കെ സെറ്റപ്പ് ആക്കി. പിന്നെ എനിക്കൊരു സെക്രട്ടറി ഉണ്ട്. എവിടാ? അതുകൊണ്ടാ ഗേറ്റിന്റെ അടുത്ത് കുത്തിച്ചാൽ. ശരി, അപ്പൊ നിങ്ങളുടെയൊക്കെ സെറ്റപ്പ് ഉണ്ടെന്ന് വിഷമിക്കണ്ട. അതെ, നീ സെക്യൂരിറ്റി എന്ന് ഉദ്ദേശിച്ചതേ ലൈഫിലെ സെക്യൂരിറ്റിയുടെ കാര്യമാ, പെണ്ണ് കിട്ടുന്ന കാര്യമാ. അയ്യോ എനിക്ക് വയ്യ, ഒന്ന് പോ ആശാനെ അവിടെ. എനിക്ക് അതിന് വേണ്ടി പ്രായമൊന്നും ആയിട്ടില്ലെന്ന്. എങ്ങോട്ടാ? എന്തോ പിന്നെ ഈ ഭക്ഷണം കഴിച്ചാൽ എനിക്കൊന്ന് മയങ്ങണം. മേലെ ഫാനൊക്കെ ആണ്. തൊണ്ടിൻചാറ് അല്ല, അതിനിപ്പോ ഞാൻ ഉറങ്ങി എഴുന്നേറ്റിട്ട് കഴിക്കാം. അതെ അതെ അതെ. ഒരു കാര്യം എനിക്ക് ബോധ്യമായി കേട്ടോ. എന്താ? ഈ ലോട്ടറി അടിച്ച കൂടെ മുടിയും കിളിക്കുന്നുള്ള കാര്യം. ഒറ്റ അടിയാ വെച്ചു. മരിക്കുന്നതിന് മുമ്പ് എനിക്ക് ലോട്ടറി അടിക്കണേ. അതെന്തിനാ? അല്ല, എന്റെ തലയിൽ മുടി കിളിക്കാനാ. നിഷ്കളങ്കനായ കോടീശ്വരൻ. ഇവൻ കുടിക്കാതെ പോയ തൊണ്ടിൻചാറ് പോലെ ഞാൻ ഇവനെ പിഴിയും. അപ്പൊ തൊണ്ടിൻചാറോ? പിഴിഞ്ഞോ? നീ എന്നെ കുടിച്ചോ? ഞാനൊരു കപ്പ് കട്ടൻ കാപ്പി ചോദിച്ചാൽ 2.5 മണിക്കൂർ കഴിഞ്ഞ് കൊണ്ടുവന്നാലായി. ഒരു കോടീശ്വരന്റെ കാര്യം വന്നപ്പോ 1 മിനിറ്റ് എടുത്തില്ല. അതിന് മുമ്പ് തൊണ്ടിൻചാറ് റെഡിയാക്കി വെച്ചോണ്ട് ഇരിക്കാൻ നിന്റെ
തിരുവനന്തപുരത്ത് പുതിയ ജുവലറി ഉദ്ഘാടനത്തിനോടനുബന്ധിച്ച് 10 പവൻ വാങ്ങിക്കുമ്പോൾ ഒരു സാരി ഫ്രീ. ദൈവമേ, ഇത് പൊന്നമ്മ കണ്ട പ്രശ്നമാകും. 10 പവൻ മേടിക്കുമ്പോ സാരി ഫ്രീ പോവും. ഇവിടെ 10 പവൻ മേടിക്കാൻ വേണ്ടി 10 പൈസ കയ്യിലില്ല. സ്വർണത്തിന് വീണ്ടും വില കുറഞ്ഞു. പൊന്നമ്മ കാണണ്ട, കണ്ടു കഴിഞ്ഞാൽ പിന്നെ സ്വർണം മേടിക്കാൻ പറയും. അയ്യോ, നിങ്ങൾ ഇങ്ങനെ ഇവിടെ പത്രം വായിച്ചോണ്ടിരുന്നോ? ബാലപ്പനെ ആരെങ്കിലും ചെന്ന് അടിച്ചു മാറ്റിക്കൊണ്ട് പൊയ്ക്കളയും. ഹോ, അവനെ ആര് കൊണ്ടുപോകുന്നാണ് നീ പറയണത്? ആരും കൊണ്ടുപോകാതിരിക്കാൻ വേണ്ടിയല്ലേ അവന്റെ പിന്നാലെ നിഴൽ പോലെ പിന്തുടരാൻ ഞാൻ നമ്മുടെ രമണന് ചട്ടം കെട്ടിയിട്ട് ഇവിടെ ധൈര്യമായിട്ട് വന്നിരിക്കുന്നത്. അല്ല, അതെ തങ്കപ്പെട്ട, എനിക്കൊരു ഐഡിയ. എന്ത് ഐഡിയ? എന്റെ അനിയത്തി രോഹിണിയെ കൊണ്ട് ബാലപ്പനെ നമുക്ക് സ്വന്താക്കാം. എടി, എന്താണെന്ന് വെച്ചാൽ തെളിച്ചു പറ. ബാംഗ്ലൂരിൽ നിന്നും ഇപ്പൊ അവധിക്ക് വന്നിട്ടുള്ള അവളെ നമ്മൾ ഇന്ന് തന്നെ ഇങ്ങോട്ട് ക്ഷണിച്ചു വരുത്തുന്നു. ബാലപ്പന്റെ കാര്യം പറയുന്നു. തങ്കപ്പെട്ട ഇത്ര മാത്രം ചെയ്തേച്ചാ മതി. ബാലപ്പനെ ചെന്ന് കണ്ട് ഒരു പെണ്ണുകാണൽ ചടങ്ങിന് ഇങ്ങോട്ട് ക്ഷണിക്കണം. പെണ്ണിനെ കണ്ട ബാലപ്പന് ഇഷ്ടപ്പെടും. കൊള്ളാം പൊന്നു, കൊള്ളാം. നിന്റെ ഐഡിയ കൊള്ളാം. നീ എന്നെ കടത്തി വിട്ടിരിക്കുകയാണ്. ബാലപ്പൻ അവളെ ഇഷ്ടമാണെന്ന് പറയുന്ന നിമിഷം നമ്മൾ കല്യാണ തീയതി ഫിക്സ് ചെയ്യും. പിന്നെ അവന്റെ ലോട്ടറി പണം മുഴുവൻ എന്റെ ഈ കൈവെള്ളയിൽ കിടന്നൊഴുകും. അല്ലെങ്കിൽ ഞാൻ ഒഴുക്കും. വെറുതെ നിന്ന് സ്വപ്നം കാണാതെ വേഗം വേണ്ടതുപോലെ ചെയ്ത് തങ്കപ്പെട്ട. അതിനി പറയാനുണ്ടോ പൊന്നു? നമ്മൾ ചെയ്ത് കഴിഞ്ഞു. നിന്നെ സമ്മതിച്ചിരിക്കണേ. പിന്നെ ഒരു കാര്യം, നിന്റെ അനിയത്തി ഇവിടെ വരുത്തുന്നതും ബാലപ്പനുമായിട്ട് കല്യാണം ആലോചിക്കുന്നതെല്ലാം വളരെ രഹസ്യമായിട്ടായിരിക്കണം. ഓക്കെ? ആരാടാത്? ആരാടാ ഓടി ഓടുന്നു? ഞാനിവിടെ ഉള്ളപ്പോഴോ ഇവിടെ നല്ല പ്രസാദ സുന്ദരമാണല്ലേ? പ്രശാന്ത സുന്ദരമാണല്ലേ? വല്ലാത്ത ചൂട്. ആ കാണുന്ന സ്ഥലമാണ് ആരെയാന്ന് അറിഞ്ഞൂടാത്തത്. ഓഹോ, അത് ശരി. പിന്നെ അതിന്റെ ഇപ്പുറത്തെ സ്ഥലമില്ലേ, ഒരു പിടുത്തമില്ല. അമ്മ, നമുക്ക് നോക്കി കണ്ടുപിടിക്കാം. നീ എവിടെ പോന്നു? ഇനി വാ, എന്നെ പിടിച്ചിറക്ക്. ഇത്ര ഹൈറ്റിൽ നിന്നും ഞാൻ സാധാരണ ചാടാറില്ല. അമ്മ, ഷൂ അറിയില്ല. വാ, ദാ നിക്കുന്ന കണ്ടോ ഈ തെങ്ങ്? തെങ്ങല്ലേ? തെങ്ങാണെങ്കിൽ ശിഖരം കാണത്തില്ലല്ലോ, അത് നാരകമാണ്. നാരകമാണല്ലേ? പിന്നെ ഈ നാരകം ഒരിക്കലും കായ്ക്കത്തില്ല. ഈ തെങ്ങ് ഒരുപാടങ്ങ് മെലിഞ്ഞല്ലേ? തെങ്ങല്ല, കമുകാണ്. ഓ, കമുകാണല്ലേ? പിന്നെ പുഴ. ഈ പുഴയിൽ നമുക്കൊരു കാര്യം ചെയ്യാം. ഈ പൊങ്ങി കിടക്കുന്ന ഒരു മറ്റേ പൊങ്ങടി, പൊങ്ങുതടിയിൽ നിന്നാണ് ആളുകൾ ചായ കുടിക്കുന്നത്. എടാ, മറ്റേ ആ പൊങ്ങി കിടക്കുന്ന ചായക്കടയില്ലേ? ഈ പുഴ അങ്ങോട്ട് ഒഴുകുന്നത്. ഇതിപ്പം പടിഞ്ഞാറുന്ന് തെക്കോട്ട് ഒഴുകിയാണ്. അത് പോരാ, തെക്കുന്ന് പടിഞ്ഞാറോട്ട് ഒരു തായ് വഴി പറഞ്ഞു വിടണം കേട്ടാ. കാശ് നോക്കണ്ട. ഓ, ക്ഷീണിച്ച് ഇനി വല്ലതും കഴിക്കണം. മഴക്കോളുണ്ടായിട്ട് നല്ല ചൂടല്ലേ? കണ്ണാടി വരിക മതി, നല്ല വെയിൽ കാണാം. അയ്യോ, കൊടും വെയിലായിരുന്നല്ലേ? തന്നെ. തങ്കപ്പനാ എന്തിവിടെ? ബാലപ്പനിവിടെ എന്താ സ്ഥലം വാങ്ങിക്കാൻ? ഓ, ഞാൻ കുറച്ച് സ്ഥലം വാങ്ങിക്കാന്ന് വിചാരിച്ചു. കാണാൻ വേണ്ടി ഞാൻ നിൽക്കായിരുന്നു. പിന്നെ തന്നെ ഞാൻ പറഞ്ഞ കല്യാണക്കാരി എന്തായി? ഇതേ ഒരു കാര്യം ഞാൻ പറഞ്ഞേക്കാം. കല്യാണക്കാരി ഒഴിച്ച് വേറെ എന്ത് വേണേലും എന്നോട് പറഞ്ഞോളൂ, ഞാൻ സമ്മതിക്കാം. എടാ, നീ ഇപ്പോഴും ചെറുപ്പമാണെന്നാണ് നിന്റെ ധാരണ. ദേ, ഇനി നീ ഇങ്ങനെ നീട്ടിക്കൊണ്ടുപോയ കോടീശ്വരനാണെന്ന് പറഞ്ഞിട്ട് കാര്യമില്ല. അവസാനം നിനക്ക് വെണ്ണി കിട്ടിയല്ല. ആ പറഞ്ഞത് വാസ്തവമാണ് ബാലവസാർ. സെക്രട്ടറി ചവിട്ടി ഭൂമിക്കടി കയറ്റി ഞാൻ കേട്ടാ. യവൻ കൂടിയാ, സെക്രട്ടറി ആയിട്ട് കൂടിയാ. അപ്പൊ പഴയ തേപ്പ് ഓടിക്കുന്ന പോണി എന്നെ തേച്ചോണ്ട് ആണല്ലേ? ഞാൻ സ്വസ്ഥമായിട്ട് ജീവിക്കാൻ നീ സമ്മതിക്കത്തില്ലേ? ഇല്ല, എന്നെ എന്തൊക്കെ ചെയ്താലും സാറ് കല്യാണത്തിന് സമ്മതിക്കാതെ ഞാൻ അടങ്ങൂല. ചേടാ ഗുരുവേ, ഞാൻ സമ്മതിച്ചാ നീ അടങ്ങൂ? അത് പിന്നെ എപ്പ അടങ്ങിയെന്ന് ചോദിച്ചാ പോരെ. ചേടാ, ഡേ തങ്കപ്പ, യവന്റെ ശല്യം ഒന്നുകൊണ്ട് മാത്രം ഞാൻ നാളെ വന്ന് പെണ്ണൊന്ന് കാണാം കേട്ടാ. സന്തോഷം. തെങ്ങിന്ന് കൈയെടു, ഇത് എന്റെ തെങ്ങ. നീ തൊട്ടാ തേങ്ങ. സന്തോഷമായി സെക്രട്ടറി. തങ്കപ്പന് സന്തോഷമായി. പക്ഷെ നീ ഇന്ന് മുതൽ കരയേണ്ടി വരും. എടാ, ഞാൻ പെണ്ണ് കെട്ടി കഴിഞ്ഞാൽ അന്ന് തന്നെ നിന്റെ സെക്രട്ടറി സ്ഥാനം കയറി കേട്ടാ. എന്റെ കാല് പിടിക്കാല്ലേ? ഞാൻ നിന്റെ കാല് പിടിക്കാം. ദൈവത്തിനാണ് എന്റെ കല്യാണം കഴിഞ്ഞാൽ നിന്റെ സെക്രട്ടറി സ്ഥാനം പോവേ. യാതൊരു കാരണവശാലും നീ പെണ്ണിരിയരുത്. ബാലപ്പൻ എന്റെ അനിയത്തിനെ കെട്ടിക്കിട്ടാൽ സെക്രട്ടറി വണ്ടി എടുക്കും. മലയാളി കയറട്ടെ. സൈക്കിളിൽ പോകുന്ന ഒരു കോടീശ്വരൻ എന്തൊരെളിമ.